ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഗാർഡൻ്റെ ഒരു അവസ്ഥ ഒന്ന് കണ്ടു നോക്കുന്നത്. തേങ്ങടലായിരുന്നു ഇവിടെ. അപ്പോൾ തേങ്ങടൽ കൊണ്ട് കിട്ടിയൊരവസ്ഥയാണ് കേട്ടോ. ഇത് എൻ്റെ നമ്മളെ തൊട്ട അയൽവാസിനെ കേട്ടോ നമുക്ക് തേങ്ങ ഇട്ട് വരാനുള്ളത്. അതുകൊണ്ട് അവർ ആദ്യം തന്നെ മുൻകൂട്ടി പറയാം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ചട്ടിയും മാറ്റി വെക്കാറാണ്. അപ്പോൾ ഈ ടയറൊന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചെടികളൊക്കെ വേഗം മാറ്റി വെച്ചതുകൊണ്ട് നമുക്കൊന്നും തട്ടിയില്ല. എന്നാലും എങ്ങനെയൊക്കെ ഒരു തട്ടൽ തട്ടും. ഇപ്പോൾ കണ്ടോ, ഇവിടെ നിന്നൊക്കെ ഞാൻ നീക്കി വെച്ചു. പക്ഷേ കണ്ടോ, ഇവിടെ ഇങ്ങേ തലക്ക് വന്നിട്ട് ആ ഒരു ചട്ടിയിൽ കണ്ടോ, ഈ ഒരു ചട്ടിയിലാണ് തേങ്ങ കൊണ്ടത്, അതിൻ്റെ റോസാ ചെടിമേ. അപ്പോൾ നല്ല പൂവും മൊട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ ചട്ടി കണ്ടോ പൊട്ടിപ്പോയി. അപ്പോൾ ഈ ഒരു തേങ്ങ കേട്ടോ മോന്നടിച്ചത്. ഇത് തെട്ടിൽ വൈൻ്റെ ഇവിടുന്ന് ഒരു പീസ് പറഞ്ഞു പോന്നു. ഒരു തെങ്ങിൻ്റെ പട്ട വന്ന് ചാടിയതാണിത്. അല്ലെങ്കിലും ഇത് ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കാരണം ഇതെന്തായാലും തെങ്ങിൻ്റെ ചോട്ടിലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ മഴയല്ലേ, മഴയാകുമ്പോൾ എന്തായാലും കൂടുതൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു തേങ്ങടലൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ സമയത്തൊന്നും ഇപ്പോൾ മാറ്റൽ നടക്കില്ലല്ലോ. പിന്നെ അത് അവിടെ ഈ വാണ്ടറിഞ്ചീവിൻ്റെതും ഒക്കെ പറഞ്ഞു പോന്നിട്ടുണ്ടോ ഒക്കെ അവിടെ നിന്ന് ചാടിയിട്ട്. പിന്നെ ഒരു പട്ട ചാടിയതാ ഈ ഒരു തുണ്ടിൻ്റെ മേലെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ നേരെ ഈ തൂങ്ങിക്കിടക്കുന്ന സ്പൈഡർ പ്ലാന്റ് അതുമ്പോൾ കൂടെ ഒക്കെ തട്ടിയിട്ടാണ് ചാടിയത്. അപ്പോൾ അതിൻ്റെ സ്പൈഡർ പ്ലാന്റിൻ്റെ ആ തൂങ്ങിക്കിടന്ന അതിമന്ന് ചെടികളൊക്കെ പറഞ്ഞ് ചാടി താഴോട്ട് ചാടി. ഈ ഭാഗത്ത് ഇപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു അകത്തേക്ക് ഇപ്പോൾ ഒരു പട്ട മാത്രമേ ചാടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ തുണ്ടുമ്പോൾ കുറച്ച് ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തായാലും മറിഞ്ഞ് വീണിട്ടുണ്ടാവും. ഒരു തേങ്ങ എവിടെ വന്ന് കിടക്കണോ നോക്ക്. ആറായിട്ടിൻ്റെ ചെടി പൊട്ടിക്കാനായിട്ട് വന്ന് നിൽക്കണതാ. കറക്റ്റ് ആ ചട്ടിയിൽ വന്ന് ചാടി ഇവിടെ വന്നിങ്ങനെ ഇരിക്കണതാ. അതിപ്പോൾ ആ തെങ്ങ് വന്ന് അവിടെ നിന്നാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുള്ളത്. അവിടുന്ന് ഇവിടത്തേക്കും തെറിച്ച് അതിൽ വന്ന് കിടക്കുന്നത്. ഇവിടെ പിന്നെ അധികം ഒന്നും അങ്ങോട്ട് അകത്തോട്ട് വരില്ല. ഒക്കെ ആ ഒരു ബൗണ്ടറിക്ക് പുറത്താണ് തെങ്ങുകളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തോട്ടാണ് ചാടിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് ചാടിയിട്ടില്ല. ഇനിയിപ്പോൾ അതുപോലെ ചാടാനുള്ളത് ഈ ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങുമെന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് ചാടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചട്ടികളൊന്നുമില്ല. ചട്ടികളൊക്കെ ഇവിടെ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഇടുന്ന തെങ്ങുമ്പത്തൊക്കെ ഫുള്ള് നേരെ റോട്ടിലോട്ടാണ് പോവുക. കറണ്ടിൻ്റെ കമ്പിയൊക്കെ ഉണ്ട്. നമുക്ക് തട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട് തേങ്ങ. അപ്പോൾ ആ കാണുന്ന വീട്ടിലത്തെ ആളാണ് കേട്ടോ നമുക്ക് തേങ്ങ ഇട്ട് തരുന്നത്. അല്ലാതെ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ എന്തായാലും നമുക്ക് ആളുകളെ ഒന്നും കിട്ടൂല തേങ്ങ ഇടാനൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു തിണ്ടുമെന്നില്ലേ ചെടികളൊക്കെ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ പിങ്ക് ലേഡിയാണ് കേട്ടോ, അതാണ് ചാടിയിട്ടുള്ളത്. പിന്നെ അവിടെ അതിൻ്റെ കൂടെ വെച്ചിരുന്ന 1-2 ചെടികളൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പെറുക്കി നേരാക്കി ലെവലാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ഗാർഡൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ. അതിക്ക് പിന്നെ ഞാനാണ് ഇന്ന് 8-10. കാരണം എൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി. ഞാൻ എന്നാലും അതാ ഈ തിണ്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് വഴുതി വീണ്. അപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ കാലായിട്ട് നടക്കാൻ പ്രയാസമാണ്. എന്തായാലും ഇത് ക്ലീൻ ചെയ്യല. അപ്പോൾ ഇക്കയും കുട്ടികളും പാടെ കൂടിയിട്ട് റെഡിയാക്കാറുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഞാനൊരു ഒഴുകണ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. അപ്പോൾ ഈ ലോക്ക്ഡൗണിൽ ഒരു ലവ് ആയിട്ടുള്ളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാന്ന് എഴുതിയാണ്ട് നല്ല അടിപൊളി ഒരു ലവൊക്കെ വരച്ച് നല്ല സെറ്റാക്കി ചെടിയൊക്കെ റെഡിയാക്കി കൊടുന്നതായിരുന്നു. ഞാനിപ്പോൾ ഇരുന്ന് കരയേണ്ടി വരും. ഞാൻ അപ്പോഴേ പറഞ്ഞു വെക്കാനോട് എന്തായാലും ഈ തെങ്ങിൽ നിന്ന് തേങ്ങ ചാടിക്കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ പോകും. ഇപ്പോൾ ലവൊക്കെ നല്ല ചതഞ്ഞറിഞ്ഞ ലവ് ആയിക്കണം. നല്ല ചതഞ്ഞ ലവാണ് ഇപ്പോൾ. ഞാനിത് ചെയ്യണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഞാൻ എന്തൊക്കെയാണ് അവിടെ കാട്ടിയത് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്ക് സങ്കടപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇവിടെ തേങ്ങട്ട സമയത്താണ് നമ്മൾ തൊട്ട അയൽവാസി തന്നെയാണ് തെങ്ങിന്ന് വീണത്. ഈ തെങ്ങുന്നല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലാ തെങ്ങിന്നാണ് വീണത്. അപ്പോൾ കാലൊക്കെ പൊട്ടി നല്ല പരിക്ക് പറ്റിട്ടോ. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഇപ്പോൾ ഏതായാലും ആളിങ്ങനെ എണീറ്റ് നടക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പരിക്കൊക്കെ തീർന്നു. ഞാനിവിടെ ഇങ്ങനെ ഗ്യാലറിയിൽ ഇരുന്നാണ്ട് കാഴ്ച കാണുകയാണ്. പണിയൊക്കെ ഇക്കാക്കും മക്കൾക്കും ആണ് കേട്ടോ. എനിക്കിൻ്റെ കാല് പരിക്കാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല. അപ്പോൾ ഫുള്ള് പണിയും ഈ മക്കളുമാണ് ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഗാർഡൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ ഗാർഡൻ വളരെ സിമ്പിളാണ്, തീരെ പണികളൊന്നുമില്ല. അതിപ്പോൾ എന്താ നട്ടു കൊടുത്താൽ പോരെ എന്ന് പറയണവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. കാരണം അതുമ്പോൾ നല്ല റിസ്ക് തന്നെയാണ്. ഈ ഗാർഡന് സെറ്റ് ചെയ്ത് അത് നല്ലപോലെ കൊണ്ടു നടക്കണേ നല്ല പാട് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗാർഡനൊക്കെ ഫുള്ളും കേടാവും. പിന്നെ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാറിന് നല്ല പാട് തന്നെയാണ്. അപ്പോൾ എല്ലാ തേങ്ങകളും ഇതാ അവിടെ ആ ഒരു മൂലയിൽ കൊണ്ട് പെറുക്കി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കുറേ പെറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉണ്ട് ഇവിടെ ഈ
ഭാഗത്തിലൊക്കെ ഉണ്ട്, പിന്നെ അങ്ങേ വശത്തിലൊക്കെ കൊണ്ടുവരാനാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒരുമിച്ച് കൂട്ടി പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പാട് തന്നെയാണ്. അപ്പോൾ 2 മാസം മുന്നേ കണ്ട് ഇട്ടാണ് തേങ്ങ, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ചപ്പും ചവറൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല പോലെ ക്ഷീണിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ഇളനീരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇളനീരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുടിക്കട്ടെ കേട്ടാ. പിന്നെ മൂർച്ചന്നല്ലേ കുഞ്ഞിപ്പങ്ങളുടെ കത്തിരിക്കാൻ. വീടിൻ്റെ ചുറ്റുഭാഗത്തും തെങ്ങായത് കാരണേ എല്ലാ മാസവും നമ്മൾ തേങ്ങ ഇടിക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വൈകാൻ കാരണം നോമ്പിനൊക്കെ നല്ല മഴയായിരുന്നില്ലേ. അപ്പോൾ നോമ്പിന് ഇട്ട് തരുന്നത് തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് തെങ്ങിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് നമുക്ക് തെങ്ങിലെ ആളെ കയറ്റാൻ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം കുറച്ച് വൈകിയത് കാരണമാണ് ഇത്രയും തേങ്ങയും ഇതൊക്കെ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പണിയും വന്നത് കേട്ടോ. മക്കളും ഇക്കൊക്കെ നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ടോ. ഇക്കൊക്കെ ഇരിക്കണുണ്ടല്ലേ, അതൊക്കെ നല്ല പെറുക്കി കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ആ ഒരു പണിയും കൂടിയും ബാക്കിയുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ഇപ്പോൾ അതിന് കഴിയണില്ല. നല്ല കാലിന് നല്ല വേദന ആയതുകൊണ്ട് അപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ ചെയ്തിട്ടാണ്. എന്നാൽ തന്നെ ഫുഡ് ഉണ്ടാക്കാനും ഇതിനൊക്കെ കൂടിക്കൊടുക്കണം, കാരണം ഇക്കാക്ക് ഫുൾ അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ കത്തിയൊക്കെ പൊട്ടിയിട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഇക്കാൻ്റെ ചെറിയ പെങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പച്ചപ്പാട്ടയൊക്കെ ഉണ്ടായപ്പോൾ അവളെ വിളിച്ചതാണ്. എല്ലാ പ്രാവശ്യവും ഞാനും ചൂലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അവളോട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, 2 വീടിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ച് വരാൻ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ആവശ്യമില്ല, അവൾ പട്ടയൊക്കെ വെട്ടിയാണ് കൊണ്ടുപോവുകയാണ് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ മോള് ഞാൻ കുറച്ച് ഉണ്ടാക്കിക്കോളാം വെച്ചെന്ന് പറഞ്ഞാണ്ട് കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായിട്ട് അവൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്തത് കാരണം ആ പെറുക്കിക്കൂട്ടൽ മാത്രമേ നടന്നുള്ളൂ. ചപ്പും ചവറൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. അതൊക്കെ നീ അടിച്ച് വാരി എടുക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഏതായാലും മഴയൊക്കെ ഒന്ന് ചോരട്ടെ, എന്നിട്ട് പിന്നെ അതൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മഴയൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞ സമയത്ത് കട്ടയൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞ സമയത്ത് മോളിറങ്ങിയാണ്ട് അവിടെ എല്ലാം ചപ്പൊക്കെ ഒന്ന് വാരി അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇക്കയുണ്ട് കേട്ടോ, ഇക്കയും മോനും ഒക്കെ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോരുത്തരിങ്ങനെ ഇറങ്ങി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു മോള് ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ വീഡിയോസും ഇതൊന്നും എടുത്തില്ല. മഴയൊക്കെ പെയ്ത് പിന്നെ കാലാവസ്ഥ അത്ര വലിയ ഒരു സുഖം ഉണ്ടായില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നലെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടോ. അപ്പോൾ ഇക്ക് മക്കളും പാടെ കൂടിയിട്ട് നല്ല പോലെ തന്നെ അതൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ അതാ നമ്മളെ തേങ്ങയൊക്കെ അത് അവിടെ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതാ എൻ്റെ ബാക്ക് സൈഡിൽ ആ തെങ്ങിൻ്റെ തടമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചാടിയ പൂക്കളാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതാ ഇപ്പുറത്ത് നമ്മളെ ചെടികളൊക്കെ. അപ്പോൾ ഈ ചെടികളൊന്നും പിന്നെ നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് വെക്കണമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അങ്ങനെ തന്നെ അവിടെ വെച്ചിരിക്കുകയാണ്. അത് കാരണം ഇനി എന്തായാലും മഴയായതുകൊണ്ട് ഇവിടെ ഒന്നും വെക്കാൻ പറ്റില്ല. ഈ ഒരു മുറ്റത്തൊക്കെ നല്ല മഴ കൊള്ളുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് ചെടികൾ നമുക്ക് ഷെഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് തൽക്കാലം ഒരു ഷീറ്റൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ചോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അത് ഇന്നൊന്നും ചെയ്യണില്ല. അപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടണ്ടല്ലോ എഴുതിയിട്ട് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലെ ഗാർഡൻ എങ്ങനെയാണ് അതെന്താ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അവിടെ നിന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്, കാരണം ഇന്നലെ മഴയൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെടികളൊന്നും ഇവിടുന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ല, ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് വെച്ച് അതേപോലെ തന്നെ ഇരിക്കുകയാണ്. നല്ല വെയിലാണ്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതാ ഇവിടെയൊക്കെ നിറച്ച് പുല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നതും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് പറിച്ചെടുത്തു കേട്ടോ. കാരണം ഇവിടെയൊക്കെ നിറച്ച് ചപ്പുണ്ടായിരുന്നു. ചപ്പല്ലായിരുന്നു, അതൊക്കെ ചെടിയായിരുന്നു. നമ്മളെ ടൊറേനിയായിരുന്നു ഇവിടെ നിറച്ചു. ഈ ഒരു ബോക്സിൻ്റെ ചുറ്റോറം ടൊറേനിയ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തൈകളുണ്ടോ ഇവിടെ നിറച്ചും വലുതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഇവിടെ ചാടിക്കടന്നതിനൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുളം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. മഴയാണ് വരുന്നത്, എന്നാലും ഒന്ന് ക്ലീൻ ചെയ്തിടണമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ തിണ്ടുന്ന എടുത്ത ചട്ടികളൊന്നും തിരിച്ചിവിടെ വെച്ചിട്ടില്ല. അതൊക്കെ യൂഫോർബിയാസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇതാ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അപ്പുറത്ത് തെങ്ങും വന്ന് തേങ്ങട്ട സമയത്ത് സംഭവിച്ചതാണ്. ഇതിൻ്റെ വക്കും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ചട്ടിക്ക് നമുക്ക് ഇന്ന് പരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് വരെ
തേങ്ങ വന്നിരുന്നെങ്കിലും നമുക്കൊന്നും ചാടിയിട്ടില്ല. ഓ, ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പരിക്ക്. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. നമ്മളെ ബിഗോണി അതാ പൊട്ടിക്കിടക്കണ്. അപ്പോൾ നമ്മളെ ബിഗോണിയൻ്റെ ഒരു കഷ്ണം പറഞ്ഞു പോന്നിട്ടുള്ളൂ കേട്ടോ. ചട്ടിമക്ക് ചെറിയൊരു പരിക്കുണ്ട്, പക്ഷെ അത് അത്ര വലിയ പരിക്കില്ല. ഇതുമ്പോൾ വന്ന് അടിച്ചാണ്ട് ഇതാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ച് ലീഫൊക്കെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ ഇത് വെറുതെ കളയൊന്നും വേണ്ട. അപ്പോൾ അത്രയൊക്കെ നഷ്ടങ്ങളെ വന്നിട്ടുള്ളൂ ഇപ്രാവശ്യത്തെ തേങ്ങടലിൻ്റെ ഇതിൽ കേട്ടോ. ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ വരുന്നതിന് മുന്നേ ഈ ചട്ടികളിലെ ചെടികളൊക്കെ നമ്മൾ ഇവിടുന്ന് എടുത്തുങ്ങാണ്ട് മഴയില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ഷീറ്റ് എന്തെങ്കിലും കെട്ടിക്കൊടുത്തിട്ട് ഈ ഹുക്കുമെന്നേ ഒരു ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയാണ്ട് അതിൻ്റെ ചോട്ടിലേക്ക് മാറ്റണമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.